കറുത്ത ഞാനും വെളുത്ത മഞ്ഞും. ഒന്നും പറ്റി രണ്ടാൾക്കാരെ വാടകയ്ക്ക് വിളിച്ചിട്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ട് കൊണ്ടുപോയി കാണിച്ചു തരാൻ പറയണം. രണ്ട് പോയിന്റുകളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല സാർ. അല്ല, വർഷം മുഴുവനോടെ മഞ്ഞായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൊന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ എങ്ങനെ വർണ്ണിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ടുള്ള യാത്രയിലുടനീളം നമുക്ക് ക്യാമറ ഓഫാക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. പക്ഷെ ക്യാമറക്കൊരു പരിധി ഉണ്ടല്ലോ, പറയണതിനും കാണിക്കുന്നതിനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഏതാണ്ട് കാഴ്ചകളും ഭംഗിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നതിനെ വിചാരിക്കുന്നു. ഇനി മുന്നോട്ട് നമ്മൾ കടുത്ത മഞ്ഞിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത്. യെസ്, ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാട്ടാ. കറക്റ്റ് പ്രോപ്പർ ഇതിന് കംപ്ലീറ്റ് ജാക്കറ്റും സെറ്റൊക്കെ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ എന്താ പറയുക, നമ്മൾ കോഴീനൊക്കെ ഫ്രീസറിൽ വെക്കൂലേ, അമ്മാതിരിയായി ഉണ്ടാവും. ക്യാമറ തിരിച്ചാൽ കണ്ട ലോകമൊന്നും വേറെ ഉണ്ടോ? അതാ തിരിക്കണം. 1 2 3. അയ്യോ, ഒരു രക്ഷയിലാട്ടാ. ഫുള്ള് മഞ്ഞ് പൊതിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, അതാണ്. ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വന്നേക്കണതും. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന്, മണാലിയിൽ നിന്നും കാശ്മീരിൽ നിന്നും ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് യൂറോപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, അനുഭവം. ബസ്സിൽ കയറിയിട്ട് ടിറ്റ്ലീസ് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇത്തരത്തിലുള്ള അഡ്വഞ്ചറസ് സ്പോർട്സുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എത്തുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ മണാലിയിലൊക്കെ നമ്മൾ കണ്ടേക്കണതാണ്. പക്ഷേ ഇതൊക്കെ അതുക്കും ഏതാട്ടാ. പിന്നെ ഇത്തരത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അസർബൈജാനിലാണ്. പിന്നെ നമ്മൾ ഇത്തരത്തിൽ കുറച്ച് ഹെവി സ്നോവും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലമുകളിലേക്ക് നമ്മൾ ഇനി കേബിൾ കാറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബസ് ഇറങ്ങി, സ്നോ ഉണ്ട്, ചെറുതായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട കുഞ്ഞു മക്കളടക്കം ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, എന്താ അല്ലേ. ഓ, അപ്പോൾ വീണ്ടും പുതിയ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. യെസ്, അച്ഛനൊരു പൊൻതോലും കൂടി. കാരണം വെച്ചാൽ ഇത്രയും വയ്യാണ്ട് സൗണ്ടൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഈ സ്നോയിലേക്ക് നമ്മളുടെ കൂടെ വന്നതിന് കേട്ടോ. താങ്ക് യു വെരി മച്ച്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു അച്ഛൻ പിന്നെ അമേരിക്കയിൽ രാവിലെ തന്നെ അവർക്ക് തൂമ്പയും കൊത്തിയും പിക്കാസൊക്കെ എടുത്ത് മക്കളായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മഞ്ഞ് പറ്റി പരിചയമുള്ളതിന് വേണ്ടി ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാനൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടിങ്ങനെ മറ്റേ കോഴീനെ ഫ്രീസറിൽ വെച്ചവരായിട്ടുണ്ടായിരിക്കും. കണ്ട സംഭവങ്ങളൊക്കെ നോക്കി. ഇവരൊക്കെ ഇത് ശീലിച്ചേക്കുന്ന ആൾക്കാരാണ്. ഇവർ നമ്മുടെ നാട്ടിൽ സൈക്കിൾ ഓട്ടണവരാ, അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് ഓടിക്കണ പോലൊക്കെ ലാഘവത്തിലാണ് ഇതൊക്കെ ഓടിക്കും. നമ്മളാണെങ്കിൽ മലയാളീസാണോ? അടിപൊളി. എവിടെ ചെന്നാലും മലയാളി. അതാണോ? അടിപൊളി. എങ്ങനെയുണ്ട്? എത്ര ദിവസം എത്തിയിട്ട്? പാരീസ്. യെസ്, കഴിഞ്ഞ മോളിൽ നിന്ന് വന്ന വഴിയാണോ? എങ്ങനെയുണ്ട്? വിസിബിലിറ്റി ഒക്കെ ഉണ്ടോ? ക്യാമറയിൽ കിട്ടുമോ? കിട്ടും. ഓക്കെ, എനിവേ താങ്ക് യു. യെസ്, അപ്പോൾ അതെ നമ്മൾ വീണ്ടും അകത്തേക്ക്. ഇവരൊക്കെ എന്താണാവോ? നമുക്ക് പോയി, ഇത് കമ്പനിയുടെ ഗ്രൂപ്പ് തമ്പടിച്ചിരുന്നതാണ്. നമുക്ക് അപ്പുറത്ത് വഴിയുണ്ട്. വാ, ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ പോകാൻ പോണത്. യെസ്, ഓക്കെ. കേബിൾ കാറിലേക്കുള്ള വഴിയിലൊക്കെ മൊത്തം ഗ്ലാസ്സൊക്കെ ഇട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. തണുപ്പൊന്നും അറിയാണ്ട് നമുക്ക് പോകാം. ഞെട്ടിച്ച കാഴ്ച കേട്ടോ. അതൊക്കെ കുഞ്ഞു മക്കളൊക്കെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവന്നേക്കണതൊക്കെ ചെറിയ കുട്ടികൾ സ്കീയിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. യെസ് യെസ്. നമുക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവും. ആരെ ബ്രേക്ക് ചെയ്തേ? വീണേ നിന്നാ നമ്മൾ കയറി. ഞാൻ കയറിയത് അറിഞ്ഞാ പാചിച്ച് നിന്നുപോയി ഗൈസ്. ഇത് ചതിയായിപ്പോലെ പകുതി കയറിയിട്ടേ മിഷൻ നിന്നുപോയി.
ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ വീണ്ടും ഓടി തുടങ്ങോ? കണ്ടോ കണ്ടോ, ഏറ്റവും ലാസ്റ്റ് ഞാൻ ചൊട്ടിപ്പോ നിന്ന്. എന്താ സന്തോഷം നോക്ക്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. യെസ്, നമ്മുടെ 2 ടിക്കറ്റുകൾ മേടിച്ച് അവരോടൊന്ന് അടുത്ത. യെസ്, അപ്പോൾ നമ്മുടെ കേബിൾ കാർ റെഡിയാണ്. താങ്ക് യു. യെസ്, ഇതേ ഇന്ത്യയുടെ ഫ്ലാഗ് ഓരോ രാജ്യത്തിനാ, ഓരോന്നിനും തന്നെ കേട്ടോ. ഓരോ കാറിനും ഓരോ രാജ്യത്തെ ഫ്ലാഗൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നോക്കിയേ, ഫുള്ള് വെള്ള പതിച്ച് കിടക്കുന്നു. ബാക്കി മോളിൽ ചെന്നിട്ടാ. യെസ്, കണ്ട ഇതേ കണ്ട, ഇതിൻ്റെ സ്കീയിങ്ങിനുള്ള കിറ്റൊക്കെ വെക്കാനുള്ള ഹോൾഡറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. യെസ്, കൊട വെക്കാം. യെസ്, ആള് കയറാനുണ്ട്. യെസ്, നമ്മൾ രണ്ടാളും മാത്രം ഇതാ പുറപ്പെടുന്നു. ആർക്കെങ്കിലും കയറാണെങ്കിൽ ഇപ്പം കയറാം കേട്ടോ. ലാസ്റ്റ് ചാൻസ്, ആർക്കെങ്കിലും കയറാണെങ്കിൽ ഇപ്പം കയറാം. ഒന്നും പറയല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. എനിക്ക് ആ മല കയറി നമ്മുടെ ഇതങ്ങടെ എത്തിയോട് കൂടിയിട്ട് എന്നെ കിളി പോയിരിക്കണം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലുള്ളൊരു കാഴ്ച. ഒന്നും പറയില്ല, കാരണം നമ്മൾ മഞ്ഞ് മൂടിയ മലനിരകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു വേറെ, അതായത് ഒന്നല്ലെങ്കിൽ ഫുള്ള് വെള്ളം പൊതിച്ച് കിടക്കണല്ലോ നമ്മൾ കണ്ടേക്കണത്. എന്ന് പറഞ്ഞാൽ അത്രയും നേരം നല്ല ഗ്രീനറിയിൽ വന്നിട്ട് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് ആണ് കേട്ടത്. അയ്യോ, ആള് കയറാനുണ്ടേ, ഡോർ അടിച്ചതേ പോകുന്നേ. അയ്യോ, കുത്തി പോകുന്നേ. ദൈവമേ, ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഭൂമിയിൽ ഒരുക്കിയതിനും അത് കാണാനായിട്ട് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നതിനും. യെസ്, നമ്മളിത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിത് മുകളിലേക്ക് കയറി പോകുന്നു. നമ്മൾ ഓരോരോ സ്റ്റോപ്പുകളായിട്ട് നമുക്ക് കണ്ടുപോകാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇത് വേനൽക്കാലത്തൊന്നും മഞ്ഞുണ്ടാവില്ലല്ലോ. ഇവിടെ അപ്പോഴും ഉണ്ട്, എപ്പോഴും മഞ്ഞായിരിക്കും. അല്ല, വർഷം മുഴുവൻ ഇവിടെ മഞ്ഞായിരിക്കും. ആ സമയത്ത് ഗ്രീനറി ആണ് അതിമനോഹരമായിട്ടുള്ള. കുറച്ച് മഞ്ഞ് കാണുന്നു. യെസ്, ഓക്കെ. അല്ല, ബാക്കിലേക്ക് നമ്മൾ കയറി വരുന്നത് നോക്കിയാൽ ഒന്നും കാണുന്നില്ല അല്ലേ. ഫുൾ വൈറ്റ്, കറുത്ത ഞാനും ബാക്കില് വെളുത്ത മഞ്ഞ്. യെസ്, ഒരു രക്ഷയിലാട്ടാ. എന്റെ ചെവി ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങി. രക്ഷയിലാട്ടാ, പൊളി വൈബ്, ഒന്നും പറയാനില്ല. കുറെ മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ, അടുത്തുള്ള ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 100, 200, മാക്സിമം 300 മീറ്റർ വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. 300 മീറ്ററിന് അപ്പുറമുള്ള ഒരു സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അച്ഛന് ബാക്കിലെ ഗ്ലാസ് കണ്ട, ആ ഗ്ലാസ് മൊത്തം മഞ്ഞ് മൂടി പിടിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ടൂറിസത്തിലെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്ന് ടിറ്റ്ലസും യാങ് ഫ്രോയും. ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, പക്ഷെ ഇത് രണ്ടും എന്തിനേലും കാണണം. ഇവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങള് പലയിടത്തൊക്കെ കറങ്ങി വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പനി പിടിച്ച് കാലുവേദന, കൈവേദന എന്ത് തന്നെയായാലും പൊക്കോളൂ കേട്ടോ. കണ്ടിരിക്കണം. ഇനി ഒന്നും പറ്റിയില്ല, 2 ആൾക്കാരെ വാടകയ്ക്ക് വിളിച്ചിട്ടെങ്കിലും നിങ്ങൾ എടുത്തോണ്ട് പോയിട്ടെങ്കിലും ഇത് കാണിച്ചു തരാൻ പറയണം. ഇത് കണ്ടില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കുമെന്ന് എടുത്തെടുത്ത് പറയണം. കണ്ടോ, മുകളിലേക്ക് പോകുന്നവരും പിന്നെ ഒന്നുമില്ല, മൊത്തം മൂടിക്കഴിഞ്ഞ് താഴെ സ്കീയിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആൽപ്സ് പർവ്വത നിരകളിലൂടെ, അന്ന് സ്കൂളില് സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കോട്ടുമായിട്ട് ഉറങ്ങിയായിരുന്നു ചൂടൊക്കെ എടുത്തിട്ട്. ഇന്ന് ആൽപ്സ് പർവ്വത നിരകളിൽ താടി കൂട്ടിയിടിച്ചിട്ട് ദൈവത്തിനെ വിളിച്ച് ക്യാമറ പിടിച്ചിരിക്കുന്നു. ഇന്നത്തെ ഫോർകാസ്റ്റില് സണി ഡേ എന്നാ പറഞ്ഞു, പക്ഷെ ആരെ കാണുന്നില്ല. മഴ നമ്മൾ താമസിച്ച ലുസാണി മഴയും
ഉച്ച കഴിയുമ്പോൾ അവിടെ ക്ലിയർ ആവും. യെസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. കാഴ്ച കാണുന്നൊന്നുമില്ല, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമ്മൾ ഫ്രീസറിൻ്റെ അകത്തേക്ക് തുറന്നിറങ്ങിയ പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യത്തെ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണാൻ പോകുന്നത്. യെസ്, അച്ചായൻ 4ാമത് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞ്. യെസ്, നടക്കില്ല. ആ ആയിക്കോട്ടെ. യെസ്, അപ്പത്തെ വാ, ആദ്യത്തെ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. യെസ്, സ്കീയിങ്ങൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ മറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര അനായാസമായിട്ടാണ് അവർ ഓരോരുത്തരും ചെയ്യണമെന്ന് നോക്കിയേ. വീണ്ടും അങ്ങോട്ടൊക്കെ നമ്മുടെ കേബിൾ കാറിൽ പോകാവുന്നതാണ് കേട്ടോ. അവിടെ അല്ലാണ്ട് തന്നെ കുറേ ലൈനുകളുണ്ട്. മുകളിൽ ഹോട്ടലും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഒന്നും പറയാനില്ല. ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇത്തരം കാഴ്ചകളൊക്കെ കാണാം. കുറേ പൈസക്കായി പ്രായമൊക്കെ ആയിട്ട് കാണാമെന്ന് കരുതി കഴിഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. നല്ല ആരോഗ്യമുള്ള സമയത്ത് വേണം ഇത്തരം യാത്രകളെല്ലാം തന്നെ നടത്താൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രായമായിട്ടുള്ളൊരു കാണുന്നുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമല്ല. ഏതൊരു മൊമെൻറ്റും ഇപ്പോഴുള്ള ഇപ്പോൾ ദൈവം നമുക്ക് തന്നേക്കുന്ന സമയം മാക്സിമം ലോകം കാണാനും കറങ്ങാനൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഉപയോഗപ്പെടുത്താം. വാക്കുകൾക്ക് അതീതം ദൂരക്കാഴ്ച എന്ന് പറയാനായിട്ട് ഇല്ല. എന്തോ ഒരു നിഴലുകളൊക്കെ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. കണ്ടില്ല, ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രമാണുള്ളത്.